കങ്ങരപ്പടിയിലെ യുവാക്കളുടെയും നാട്ടുകാരുടെയും ഏറെ നാളത്തെ ആഗ്രഹമായ കങ്ങരപ്പടി സ്റ്റേഡിയം യാഥാർത്ഥ്യമായി. കളമശ്ശേരി എംഎൽഎയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി രാജീവ് കങ്ങരപ്പടി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എംഎൽഎയുടെ 2023-24 ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.25 കോടി രൂപ ചിലവിൽ ഫ്ലഡ് ലൈറ്റ്, വോക്ക് വേ, ഓപ്പൺ ജിം എന്നിവ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ലൈറ്റ്, വോക്ക് വേ, ഓപ്പൺ ജിം എന്നിവ ഉൾപ്പെടുത്തി നിർമ്മിച്ച കങ്ങരപ്പടി സ്റ്റേഡിയം കളമശ്ശേരി എംഎൽഎയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ ഈ ഗ്രൗണ്ട് ഒന്ന് ശരിയാക്കി തരാമോ എന്ന ഒരു പ്രശ്നം ഉന്നയിച്ചത്. പരിശോധിക്കാമെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് എംഎൽഎയും മന്ത്രിയുമായതിനു ശേഷം യുവതയ്ക്കൊപ്പം എന്ന വലിയ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ഈ ലഹരി, ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് കായിക ലഹരി ശക്തിപ്പെടുത്തണം. അങ്ങനെ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനും മറ്റും നേതൃത്വം നൽകി വലിയൊരു മാരത്തോൺ നമ്മൾ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിരുന്നു. പിന്നെ പൊതു ഇടങ്ങൾ വികസിപ്പിക്കുക. അതിൽ ആദ്യത്തെ പരിഗണന കൊടുത്ത ഗ്രൗണ്ട് ഈ കങ്ങരപ്പടി ഗ്രൗണ്ടാണ്. 1 കോടി രൂപ ആദ്യം അനുവദിച്ചു. നിർമ്മാണം തുടങ്ങിയപ്പോൾ ലൈറ്റ് വേണമെന്നായി. പിന്നെ ജിമ്മായാൽ എന്ത്, ഈ നിർമ്മാണ ഉദ്ഘാടന സന്ദർഭത്തിൽ തന്നെ പുതിയ ആവശ്യങ്ങൾ വന്നു. അങ്ങനെ 1.25 കോടി രൂപയാണ് ഈ മൈതാനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കായിക മേഖലയിൽ നമുക്ക് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാർ അതിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ അധ്യക്ഷത വഹിച്ചു. എംഎൽഎ പി രാജീവിന്റെ 2023-24 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.25 കോടി രൂപ ചിലവഴിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആണ് ഇന്നത്തെ ഈ സ്റ്റേഡിയം ഇന്ന് നമുക്ക് സാക്ഷാത്കരിച്ചേക്കുന്നത്. ഒരുപാട് സന്തോഷവും അഭിമാനവും നമ്മുടെ യുവാക്കളുടെ കലാപരവും കായികവുമായ കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം പൂർത്തീകരിച്ച ഒരു ദിനം കൂടിയാണ്. ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടൻ, കളമശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസി പീറ്റർ, ഹെന്നി ബേബി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK നിഷാദ്, അഞ്ജു മനോജ് മണി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സുബൈർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് കൗൺസിലർ KK ശശി സ്വാഗതവും കളമശ്ശേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറി പത്മനാഭൻ നന്ദിയും രേഖപ്പെടുത്തി. കൗൺസിലർമാരായ ചിത്ര സുരേന്ദ്രൻ, റോസ്മേരി പിയൂസ്, അൻവർ KA, പിയൂസ ഫെലിക്സ്, ഹാജറ ഉസ്മാൻ, നഷീദ സലാം, മിനി കരീം, TA അസൈനാർ, മുഹമ്മദ് ഫൈസി, റാണി രാജേഷ്, ബഷീർ അയ്യമ്പ്രത്ത്, മൈമൂനത്ത് അഷ്റഫ്, PV ഉണ്ണി, PS ബിജു, ലിസി കാർത്തികേയൻ, സെൽമത്ത് സെയ്ദു മുഹമ്മദ്, ചിഞ്ചു ER, ഷാജഹാൻ കടപ്പള്ളി, വാണിദേവി, സംഗീത രാജേഷ്, പ്രമോദ് കുമാർ, അമ്പിളി സ്വപ്നേഷ്, VN ദിലീപ് കുമാർ, KT മനോജ്, ബിന്ദു ഫ്രാൻസിസ്, സംന M സാംഭാജി, ബിന്ദു മനോഹരൻ, പ്രിയ ബാബു, VH ആസാദ്, റഫീഖ മരക്കാർ, പ്രശാന്ത് KV, KU സിയാദ്, സലിം പുതുവന, CPM ലോക്കൽ സെക്രട്ടറി PK ബേബി, KT പ്രതാപൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി KK ജിൻസൺ, ഫൈസൽ PM, സന്തോഷ് കാളംകുളം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളുടെ കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്